ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റായി ഒരു സെഷൻ ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് വേണമെച്ചാൽ ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് സെഷനിൽ എന്താ അഡ്വാൻറ്റേജ്, അത് നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ അത് 100% റെസൊനേറ്റ് ആവും. ഇതിൽ കുറേ ആൾക്കാരുടെ എനർജി ടാപ്പ് ആവും. അപ്പോൾ ചിലപ്പോൾ ചില മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ പ്രൈവറ്റ് റീഡിങ്ങിൽ അങ്ങനെയല്ല. അപ്പോൾ പ്രൈവറ്റ് റീഡിങ് നിങ്ങളുടെ എനർജി മാത്രമാണ്. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ച എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കണുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ആൻഡ് അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എന്നെ മെസ്സേജ് ചെയ്യുക, ഇല്ലാച്ചാൽ മെയിൽ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എല്ലാം വീഡിയോസിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ആണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോയിട്ട് വീഡിയോസൊക്കെ, ഫ്യൂച്ചർ വീഡിയോസൊക്കെ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ അത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒക്ടോബർ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ മന്ത്ലി ഒക്ടോബർ റീഡിംഗ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റ് എനർജിയിൽ 9 ഓഫ് കപ്സ് ആണ്. കറണ്ട് ഒക്ടോബർ എനർജി നിങ്ങളുടെ 4 ഓഫ് വാൻഡ്സ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 4 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒക്ടോബർ മാസത്തിൻ്റെ 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് കപ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാം. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ടോറസ് എനർജിയാണ്. ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഈ മാസം നിങ്ങളുടെ കരിയറിൽ കുറേ ഫോക്കസ്ഡ് ആണ്. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളൊരു ടോറസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ? ചാരിയറ്റ് ആൻഡ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഡെഫിനറ്റ്ലി കരിയർ ഫോക്കസ് ആണ് നിങ്ങളുടെ. കുറേ ബിസി സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ. കുറേ സക്സസ് ഉണ്ട്, കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ട്, ട്രാവലും ഉണ്ട്. അതല്ല വെച്ചാൽ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ വരാൻ പോകുന്നുണ്ട്. ഒരു മെസ്സേജ് കൊണ്ടുവന്ന് ഓരൽസ് ഈ പേഴ്സണെ മേ ബി നിങ്ങൾ ഓൾറെഡി അറിയാം. ഇവർ ദൂരത്തിനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കുറച്ചൊരു ട്രാവലിംഗ് എനർജിയും ഞാൻ കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജി ഉണ്ട്. എന്താണ് ഈ വിഷ് ഫുൾഫിൽമെന്റ്? എസ്പെഷ്യലി റൊമാൻറ്റിക്ലി. ഓക്കെ, എന്തോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മേ ബി ഒരു പേഴ്സണെ മീറ്റ് ചെയ്തു. ഈ പേഴ്സൺ നിങ്ങൾക്ക് കുറേ ഇഷ്ടമായി. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ കുറേ റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പ് മേ ബി കൂടുതൽ ഡെവലപ്പായി പറഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആവാൻ തുടങ്ങി ഈ റിലേഷൻഷിപ്പിൽ. കറണ്ട് എനർജി 4 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇതൊരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സണെ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇവിടെ ഞാനൊരു സീരിയസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ഒക്ടോബറിൽ. എന്താണ് ഈ 4 ഓഫ് വാൻഡ്സ്? ഹൈറോഫാന്റ്. ഇത് ഒരു മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം, ഒരു എൻഗേജ്മെന്റ് ആയിരിക്കാം, ഓറൽസ് നിങ്ങൾ മേ ബി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് മാരി ചെയ്യാൻ. പക്ഷെ നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. നൈറ്റ് ഓഫ് സോഡ്സ് ഒരു കുറേ ഇമ്പൾസീവ് എനർജിയാണ്. ഓക്കെ, ഈ നൈറ്റ് ഓഫ് സോഡ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? ക്വീൻ ഓഫ് വാൻഡ്സ്,
ആൻഡ് ജസ്റ്റിസ്. ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ മേ ബി ഇവിടെ ഒരു ഇൻഫർമേഷനോ എന്തോ വരുന്നുണ്ട്, നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടുന്നുണ്ടാവും. ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റിസ് ഉണ്ട്, അതൊരു മാരേജിന്റെ കാർഡാണ്, ഓറൽസ് ഇതൊരു ഡിവോഴ്സിന്റെ കാർഡും ആവാം. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സന്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, അവർ മേ ബി ഡിവോഴ്സായി, ഓറൽസ് ഇത് ഈ പേഴ്സൺ ഇപ്പോഴും മാരീഡ് ആണ്, നിങ്ങൾക്ക് അറിയണ്ടായില്ല. എംപ്രസ്. അപ്പൊ ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഇപ്പൊ അതിന്റെ കാരണം ഇവിടെ ഫ്യൂച്ചറിൽ ഞാൻ ഒരു സെപ്പറേഷൻ ആണ് കാണുന്നത്. ഫോർ സോഡ്സ് എന്താണ് ഇവിടെ? പക്ഷെ നിങ്ങൾ സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. നിങ്ങൾ ഈ ഡിഫിക്കൾട്ട് സമയമാണ് ഡെഫിനറ്റ്ലി, എന്നുവെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്തോ വിട്ടിട്ട് ഒരു സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. 6 of Wands ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി റീലൊക്കേറ്റ് ചെയ്യാനും ട്രൈ ചെയ്യും, വേറെ ഒരു സിറ്റിയിൽ കൺട്രിയിലേക്ക് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെച്ചാലും ഇവിടെ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതല്ലാച്ചാലും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലും നിങ്ങൾ എന്തോ വിട്ടിട്ട് മുമ്പോട്ട് പോകണം. ആൻഡ് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് കുറെ സക്സസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടാവും ലവില്. 6 of Cups ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒരു പാസ്റ്റ് പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ നിങ്ങൾക്ക് അറിയണ പേഴ്സൺ ആയിരിക്കാം. ഈ പേഴ്സൺ ട്രസ്റ്റ് വർത്തി അല്ല. ഓക്കെ, ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കും, പക്ഷെ ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സ് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സണിന്റെ കൂടെ ഡീൽ ചെയ്യാനാണ് പറയണത്. കോംപ്രമൈസ് എവിടെയും ചെയ്യണ്ട. എന്നുവെച്ചാൽ ഈ പേഴ്സൺ പറയണത് എന്തോ ഒരു ചതിയുണ്ട് അതിൽ. ഓക്കെ, ഈ പേഴ്സൺ ഓണസ്റ്റ് അല്ല. നിങ്ങൾക്കും കുറെ സ്ട്രോങ് ആയിട്ട് ഈ ടെംപ്ടേഷനെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ഇവിടെ അതാണ് സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് ആണ്, ടെംപ്ടേഷൻ ആണ്. നിങ്ങൾ ടെംപ്റ്റ് ആവും ഈ പേഴ്സണെ ബിലീവ് ചെയ്യാൻ. പക്ഷെ എവിടെയോ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു വാർണിംഗ് ആണ് തരണത്. ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേണം ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് അഡ്വൈസ് തരണത്. ഈ ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്താണ്? 3 of Swords. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇത് വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയണത്. ഈ സമയത്ത് സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാനാണ് പറയണത്. കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് പറയണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. ഈ സിറ്റുവേഷൻ സ്റ്റേബിൾ അല്ല. ഓക്കെ, ഇതിനെ ഡ്രോപ്പ് ചെയ്ത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ കുറെ ബേർഡൻസ് ഉണ്ട്, കുറെ ബാഗേജ് ഉണ്ട്, കുറെ ഇഷ്യൂസ് ഉണ്ട്. 4 of Cups ആണ് ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. 4 of Cups ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റിന്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 of Cups? അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഇവിടെ ക്ലാരിറ്റി ഇല്ല ഈ സിറ്റുവേഷനിൽ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് സൂക്ഷിച്ചു വേണം ഡിസൈഡ് ചെയ്യാന്നാണ് പറയണത് ഇവിടെ. ഓക്കെ, ഇവിടെ കുറെ സമയം എടുത്തിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. എന്തെങ്കിലും ഒരു ഹരിയിൽ ഡിസൈഡ് ചെയ്യണ്ട, എന്തെങ്കിലും ഒരു സഡൻ ഡിസിഷൻസ് എടുക്കരുത്. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ശരിക്കും നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, റീസേർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിന്റെ 8 of Wands. കമ്മ്യൂണിക്കേഷൻ, ഫോർവേഡ് മൂവ്മെന്റ്, ട്രാവൽ, അതാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം. എന്താണ് ഈ 8 of Wands? 8 of Cups. അപ്പൊ നിങ്ങൾ എന്തോ വിട്ടിട്ട് ഡെഫിനറ്റ്ലി മുമ്പോട്ട് പോണു. ഫൈനൽ ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. പേജ് ഓഫ് കപ്സ്, ഒരു ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് നവംബറിലേ ഉണ്ടാവുള്ളൂ. ഒക്ടോബറിൽ മേ ബി നിങ്ങൾ ഈ പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യും, പക്ഷെ അത് ഡെവലപ്പ് ആവുന്നത് നവംബർ ഡിസംബറിലാണ്. പക്ഷെ ഒക്ടോബറിൽ ഡെഫിനറ്റ്ലി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളെ ട്രിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു ലൈസ് പുറത്തു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റായി റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക.
ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.